ഹായ് ഫ്രണ്ട്സ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയർ എന്നുള്ളതിൻ്റെ മറ്റുള്ള ചില ഉപയോഗങ്ങളാണ്. ആദ്യത്തെ ഉദാഹരണം, ഹൗ ഡയർ യു ടച്ച് മീ? നിനക്ക് എന്നെ തൊടാൻ എങ്ങനെ ധൈര്യം വന്നു? ഹൗ ഡയർ യു ടച്ച് മീ? നിങ്ങൾക്ക് എന്നെ തൊടാൻ എങ്ങനെ ധൈര്യമുണ്ടായി? നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെട്ടു? ഹൗ ഡയർ യു ക്വസ്റ്റ്യൻ മീ? നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ എങ്ങനെ ധൈര്യമുണ്ടായി? ഹൗ ഡയർ യു ക്വസ്റ്റ്യൻ മീ? അടുത്ത ഉദാഹരണം, ഹൗ ഡയർ യു ലൈ ടു മീ? ലൈ എന്നാൽ നുണ പറയുക. എന്നോട് നുണ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഹൗ ഡയർ യു എൻ്റർ മൈ റൂം വിത്തൗട്ട് പെർമിഷൻ? പെർമിഷൻ എന്നാൽ അനുവാദം, എൻ്റർ എന്നാൽ പ്രവേശിക്കുക. ഹൗ ഡയർ യു എൻ്റർ മൈ റൂം വിത്തൗട്ട് പെർമിഷൻ? എൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് എൻ്റെ റൂമിൽ കയറാൻ എങ്ങനെ ധൈര്യം വന്നു? ഹൗ ഡയർ യു ലവ് മൈ സൺ? എൻ്റെ മകനെ പ്രേമിക്കാൻ എനിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഹൗ ഡയർ യു ലവ് മൈ സൺ? ഹൗ ഡയർ യു ചാലഞ്ച് മീ? എന്നെ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഹൗ ഡയർ യു ചാലഞ്ച് മീ? ഹു ആർ യു ടു അഡ്വൈസ് മീ? അഡ്വൈസ് എന്നാൽ ഉപദേശിക്കുക. ഹു ആർ യു ടു അഡ്വൈസ് മീ? എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാണ്? ഹു ആർ യു ടു അഡ്വൈസ് മീ? ഹൗ ഡയർ യു അണ്ടർ എസ്റ്റിമേറ്റ് മീ? അണ്ടർ എസ്റ്റിമേറ്റ് എന്നാൽ താഴ്ത്തി പറയുക അല്ലെങ്കിൽ വില കുറച്ച് കാണുക, ഇതൊക്കെയാണ് അർത്ഥം. താഴ്ത്തിക്കെട്ടി സംസാരിക്കുക. എന്നെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ എനിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഹൗ ഡയർ യു അണ്ടർ എസ്റ്റിമേറ്റ് മീ? അടുത്തത് ഈഫ് ഡയർ യു, അതായത് വെല്ലുവിളിക്കാനൊക്കെ ഉപയോഗിക്കാനുള്ള പ്രയോഗമാണ്. ഈഫ് ഡയർ യു, കം ഔട്ട് ഇഫ് യു ഡയർ. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാ, ഇതാണ് അർത്ഥം. കം ഔട്ട് ഇഫ് യു ഡയർ. ഇഫ് യു ഡയർ എന്നാൽ എനിക്ക് ധൈര്യമുണ്ടെങ്കിൽ. കം ഔട്ട് ഇറങ്ങി വാ, പുറത്തു വാ. ഫ്രീ മൈ ഹാൻഡ്സ് ഇഫ് യു ഡയർ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ കൈ അയച്ചു വിടൂ, എൻ്റെ കെട്ടയക്കൂ. ഫ്രീ മൈ ഹാൻഡ്സ് ഇഫ് യു ഡയർ. ഇഫ് യു ഡയർ ടച്ച് മീ അഗെയിൻ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടെ തൊട്ടു നോക്കൂ, എന്നെ തൊടൂ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ. ഇഫ് യു ഡയർ ടച്ച് മീ അഗെയിൻ. യു വിൽ റിഗ്രറ്റ് ഇറ്റ്. നീ അതുകൊണ്ട് ഖേദിക്കും. എന്നെ വീണ്ടും തൊട്ടു കഴിഞ്ഞാൽ നീ ഖേദിക്കും. യു വിൽ റിഗ്രറ്റ് ഇറ്റ്. ഇഫ് യു ഡയർ ക്രോസ് ദ ലൈൻ ഐ വോണ്ട് സ്റ്റേ സൈലൻറ്റ്. ഇഫ് യു ഡയർ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ. ക്രോസ് ദ ലൈൻ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പരിധി ലംഘിക്കൂ, തെറ്റായി പെരുമാറൂ, ഇതൊക്കെയാണ് അർത്ഥം. ഐ വോണ്ട് സ്റ്റേ സൈലൻറ്റ്. ഞാൻ മൗനം പാലിക്കുകയില്ല, ഞാൻ സഹിച്ചു നിൽക്കുകയില്ല. ഇഫ് യു ഡയർ ക്രോസ് ദ ലൈൻ ഐ വോണ്ട് സ്റ്റേ സൈലൻറ്റ്. ക്രോസ് ദ ലൈൻ എന്നതിനർത്ഥം പരിധി ലംഘിക്കുക, അതിരുകടക്കുക, തെറ്റായി പെരുമാറുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ വോണ്ട് സ്റ്റേ സൈലൻറ്റ് എന്നാൽ ഞാൻ മിണ്ടാതിരിക്കുകയില്ല, ഞാൻ പ്രതികരിക്കും, ഇതാണ് അർത്ഥം. കോൾ മീ സോ വൺസ് മോർ ഇഫ് യു ഡയർ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടെ അങ്ങനെ വിളിക്കൂ. കോൾ മീ സോ, എന്നെ അങ്ങനെ വിളിക്കൂ. വൺസ് മോർ, ഒരിക്കൽ കൂടി. ഇഫ് യു ഡയർ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടെ അങ്ങനെ വിളിക്കൂ. കം അലോൺ ഇഫ് യു ഡയർ. കം അലോൺ, തനിച്ചു വാ. ഇഫ് യു ഡയർ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാ. കം അലോൺ ഇഫ് യു ഡയർ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാ. ഷോ മീ വാട്ട് യു ആർ മെയ്ഡ് ഓഫ്. ഇതിനർത്ഥം ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാ എന്നാണ് അർത്ഥം. ഷോ മീ വാട്ട് യു ആർ മെയ്ഡ് ഓഫ്. ഇഫ് യു ഡയർ ഡിസ്റെസ്പെക്ട് മീ ബി റെഡി ഫോർ കോൺസിക്വൻസസ്. ഡിസ്റെസ്പെക്റ്റ് എന്നാൽ മര്യാദ കാണിക്കാതിരിക്കുക, അപമര്യാദയായി പെരുമാറുക. ബി റെഡി എന്നാൽ തയ്യാറാകുക. കോൺസിക്വൻസസ് എന്നാൽ അനന്തരഫലങ്ങൾ. ഇഫ് യു ഡയർ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ. ഡിസ്റെസ്പെക്ട് മീ എന്നാൽ എന്നോട് അപമര്യാദയായി പെരുമാറുക. ഇഫ് യു ഡയർ ഡിസ്റെസ്പെക്ട് മീ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് അപമര്യാദയായി പെരുമാറൂ. ബി റെഡി ഫോർ കോൺസിക്വൻസസ്. തയ്യാറാകുക, അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കാൻ തയ്യാറാകുക. ഇഫ് യു ഡയർ ഡിസ്റെസ്പെക്ട് മീ ബി റെഡി ഫോർ കോൺസിക്വൻസസ്.